ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? ഒരു ഫോൺ കവർ മേടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ഫോം ഷീറ്റ് ആയിരുന്നു ഇത്. അപ്പം തന്നെ എൻ്റെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആയിരുന്നു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വാട്ടർമെലൺ സ്ലൈസ് ഉണ്ടാക്കിയാലോ എന്ന്. സോ ഞാൻ ആ ഷീറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലൈസിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു. ഒരു ട്രയാങ്കിൾ പോലെ പെന്നോണ്ടാണ് വരച്ചു കൊടുത്തത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൊത്തമായിട്ട് റെഡ് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം അടിച്ച റെഡ് പെയിൻറ് കുറച്ച് ഡാർക്കായിപ്പോയി. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു ഓറഞ്ച് ഷ്രെഡും കൂടെ മിക്സ് ചെയ്തു. പിന്നെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തൊരു വാട്ടർമെലൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ വാട്ടർമെലൺ കുറച്ച് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിലും ചെറുതായിട്ടൊന്ന് യെല്ലോ മിക്സ് ചെയ്ത് അവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്തായാലും കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ആ ഗ്രീൻ പാർട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശില്പകാർ മോൾഡഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പീലിന് അത്യാവശ്യം കട്ടിയുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലേ യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫോം ഷീറ്റിൽ ഡയറക്റ്റ് ഇതുപോലെ ഗ്രീൻ പെയിൻറ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒറിജിനാലിറ്റി കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ഷെല്ലിൻ്റെ ഒരു ഇതിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ സീഡ്സും കൂടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനൊരു 5-6 കുഞ്ഞ് സീഡ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പീല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വാട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ പീൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സീഡ്സൊക്കെ അത് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് സീഡ്സിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ബ്രൗണും പിന്നെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ആ സീഡ്സ് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ലൈസില്ലേ അതിൻ്റെ മേലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹോൾസിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഈ സീഡ്സ് വെച്ച് കൊടുക്കാൻ പോണത്. അപ്പം ഞാൻ ആ ഹോൾസിലൊക്കെ ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സീഡ്സായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പീലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ പെയിൻറ് അടിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് വൈറ്റ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ വൈറ്റ് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഞാനിതുപോലെ കുറച്ച് യെല്ലോയും ലൈറ്റ് ഗ്രീനും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റ് കളറിൽ നിന്ന് ഒരു ഡാർക്കിലേക്കാണല്ലോ നമ്മൾ ശരിക്കും വാട്ടർമെലൺ കാണുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഞാൻ റെഫറൻസിന് വേണ്ടി വെച്ച വാട്ടർമെലൺ മൊത്തം ഗ്രീൻ ആയിരുന്നു അതിൻ്റെ പീലിൻ്റെ കളറ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതുപോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലേസോ അല്ലെങ്കിൽ വാർണിഷോ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബുക്ക് മാർക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് ബുക്ക് മാർക്കിനെക്കാട്ടും ശരിക്കും നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. സോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.